എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കേസരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം. ഇവിടെ കാഷ്യൂനട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബദാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കിസ്മിസൊക്കെ ഒന്ന് നല്ല വീർത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്കയും ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പഞ്ചസാര ഇടുമ്പം ഏലക്ക നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ശകലം കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫുഡ് കളറ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വെള്ളം എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് റവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ശകലം നെയ്യും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കണ്ടില്ല, ഞാനിവിടെ ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ബദാമും ചേർക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മധുരം പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇവിടെ കേസരി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഉപയോഗിക്കാം.